നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് തിരിച്ചു പോവുകയാണ് കേരളത്തിലേക്ക്. അവിടെ ഏറ്റുമാനിലൊരു വിശേഷം. കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിച്ച് ഫ്ലെക്സും പോസ്റ്ററും അടിച്ച് തയ്യാറെടുപ്പ് നടത്തിയിരുന്നു ജോസഫ് വാഴക്കൻ. 2 ദിവസമായി മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത വാഴക്കന് സീറ്റില്ലെന്ന് ഉറച്ചത് ഇന്നലെ രാത്രി മാത്രമാണ്. അടിച്ചുകൂട്ടിയ ഫ്ലെക്സുകളുടെയും പോസ്റ്ററുകളുടെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടതിൽ പ്രതികരിക്കാനില്ല എന്നാണ് ജോസഫ് വാഴക്കന്റെ നിലപാട്. ജോസി ബാബു ചേരുകയാണ് കോട്ടയത്ത് നിന്നതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി. ജോസി ബാബു, ഒരു സ്ഥാനാർത്ഥിയോട് പ്രചരണത്തിന് ഇറങ്ങാൻ ആവശ്യപ്പെടുക ചെറിയ നേതാവല്ല, കോൺഗ്രസിന്റെ സംസ്ഥാന തലത്തിൽ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. ജോസഫ് വാഴക്കൻ MLA ആയിരുന്ന ആളാണ്. ജോസഫ് വാഴക്കന് സീറ്റ് നഷ്ടപ്പെട്ട സാഹചര്യം എന്ത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും നമുക്ക് വലിയ വ്യക്തതയൊന്നും വന്നിട്ടില്ല. എന്നാണ് മനസ്സിലാകുന്നത്? ജോസഫ് വാഴക്കൻ അനൌദ്യോഗികമായെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ജിമ്മി, ഏറെ സങ്കടപ്പെടുത്തുന്നതാണ് ജോസഫ് വാഴക്കന്റെ കാര്യം. ഞാനിപ്പോൾ ജോസഫ് വാഴക്കന്റെ പോസ്റ്ററുകൾ സൂക്ഷിച്ചിരിക്കുന്ന കോട്ടയത്തെ നഗരത്തിലുള്ള കെട്ടിടത്തിലാണുള്ളത്. നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, വലിയ തോതിൽ ഇവിടെ പോസ്റ്ററുകൾ തയ്യാറായിട്ടുണ്ടായിരുന്നു. 10,000-കണക്കിന് പോസ്റ്ററുകൾ ചാക്കുകെട്ടുകളിലും മറ്റുമായി ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ഇത്തരത്തിലൊരു നിർദ്ദേശം പാർട്ടിയുടെ ഭാഗത്തു നിന്നും നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. തയ്യാറെടുപ്പുകൾ നടത്തിക്കോളൂ, സ്ഥാനാർത്ഥിത്വം ഉറപ്പാണ് എന്നുള്ള കാര്യത്തിൽ ചില ഉറപ്പുകൾ അദ്ദേഹത്തിന്റെ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിരുന്നു. ഇപ്പോൾ കാണാം, നമുക്ക് ദൃശ്യങ്ങളിൽ വലിയ രീതിയിൽ ഇങ്ങനെ കൂന കൂട്ടി അതിനുള്ള പോസ്റ്ററുകളൊക്കെയും തയ്യാറാക്കിയിട്ടുണ്ട്. ചാക്കുകളും മറ്റുമായുമാണ് ഇത്തരം പോസ്റ്ററുകൾ തയ്യാറാക്കി വെച്ചിരുന്നത്. എന്തായാലും ഉറപ്പായിരുന്നു തനിക്ക് മത്സരിക്കാൻ സ്ഥാനാർത്ഥിത്വം ലഭിക്കുമെന്നുള്ള കാര്യമെന്നാണ് ജോസഫ് വാഴക്കന്റെ ഭാഗത്തുനിന്നും അറിയാൻ കഴിയുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിൽ ഇന്നലെ വൈകിട്ടാണ് സ്ഥാനാർത്ഥിത്വം ഇല്ല എന്നുള്ള കാര്യം ജോസഫ് വാഴക്കൻ അറിഞ്ഞത്. DCC പ്രസിഡന്റ് നാട്ടകം സുരേഷാണ് ഏറ്റുമാനൂരിൽ മത്സരിക്കുന്നത്. ചില പ്രവർത്തകർ ഇത് പോസ്റ്റർ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ചേട്ടാ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഉറപ്പ് ലഭിച്ചിരുന്നു? വാഴക്കന്റെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു അറിയിപ്പ് ലഭിച്ചിരുന്നു? എന്താണ് ഇത്തരത്തിൽ വലിയ തോതിൽ പോസ്റ്ററുകളൊക്കെ തയ്യാറാക്കി വെക്കാനുള്ള കാരണം? CECക്ക് മുമ്പിലേക്ക് അദ്ദേഹത്തിന്റെ പേര് മാത്രമേ ഉള്ളൂ. പിന്നെ KPCC നേതൃത്വം അദ്ദേഹത്തോട് ഇവിടെ നോക്കിക്കോളാൻ പറഞ്ഞു. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾ വളരെ ചുരുക്കമായതുകൊണ്ട് അതിന്റെ മുന്നൊരുക്കം എന്നതിലേക്ക് അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തെങ്കിൽ മാത്രമേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ പോസ്റ്ററുകൾ, ഈ കൊടികൾ, മറ്റ് അഭ്യർത്ഥനകൾ, ഫ്ലെക്സ് ബോർഡുകൾ എല്ലാം റെഡിയായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങാൻ, ഒരു സ്ഥാനാർത്ഥിക്ക് ഇറങ്ങാൻ പറ്റിയ മുഴുവൻ കാര്യങ്ങളും, അഭ്യർത്ഥനകൾ എല്ലാം റെഡിയായിക്കൊണ്ട്. അതുകൂടാതെ കഴിഞ്ഞ ദിവസം ഏറ്റുമാനൂർ UDFന്റെ നേതൃയോഗം നടന്നിരുന്നു. ഒരു വലിയ നേതൃയോഗമായിരുന്നു. പക്ഷെ ഇന്നലെ ഇടപെടുകയാണ് ജോസി ബാബു. വളരെ വലിയ സങ്കടം വരുന്ന ഒരു കാഴ്ചയാണ് ഒരു സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ അടിച്ചു മാത്രമല്ല അയാൾ മാനസികമായി തയ്യാറെടുത്തു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സങ്കടകരമായ കാര്യം. കോൺഗ്രസിൽ ഇത് പതിവാണെങ്കിലും ഇത് കുറച്ച് കടന്നുപോയി.